നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി സർനേഷ് എന്നാണ് കുട്ടിയുടെ പേര്. പൂയം നക്ഷത്രം, 30 വയസ്സ്, 6'1" ഹൈറ്റ്, 72 kg വെയ്റ്റ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. AMC ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നാണ് പാസ്സായിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. കമ്പനിയുടെ പേര് സെവിയൻറ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. മൾട്ടിനാഷണൽ കമ്പനിയാണ്. ബാംഗ്ലൂരാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഐ ടി സെക്ടറിലാണ് ആ കുട്ടി വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ശമ്പളം കാട്ടിയിട്ടുണ്ട്. 26 ലക്ഷം രൂപയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, IT സെക്ടറിലുള്ളവരെ മാത്രമേ അവർ നോക്കുന്നുള്ളൂ. പ്രിഫറൻസ് അവർക്കാണ്. ഡോക്ടേഴ്സ്, BDS പാസ്സായിട്ടുള്ള ഡോക്ടേഴ്സ്, MBBS പാസ്സായിട്ടുള്ള ഡോക്ടേഴ്സ് ഒട്ടും താല്പര്യമില്ല എന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ കോൾ ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ആയിട്ട് വന്നിരിക്കുകയാണ്. കോൾ ഇന്ത്യ ജാർഖണ്ഡിലായിരുന്നു. അദ്ദേഹം ഒരു സീനിയർ ഓഫീസറായിട്ട് റിട്ടയർ ആയിട്ട് വന്ന സാറാണ്. അമ്മ വത്സല, ഇവർ രണ്ടുപേരും, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി സെറ്റിൽ ചെയ്തിരിക്കുന്ന പാലക്കാട് പല്ലശ്ശന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു സിസ്റ്റർ ഉണ്ട് ഈ കുട്ടിക്ക്. സിസ്റ്റർ മാരേജ് കഴിഞ്ഞ് സെറ്റിൽഡ് ആണ്. ഒരിക്കൽ കൂടെ ഞാൻ സർനേഷിനെ കുറിച്ച് പറയാം. സർനേഷിൻ്റെ നക്ഷത്രം വന്നിട്ട് പൂയം ആണ്. ഹൈറ്റ് വന്നിട്ട് 6'1" ഹൈറ്റ്, 72 kg വെയ്റ്റ്. BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, AMC ബാംഗ്ലൂരിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. ബാംഗ്ലൂർ തന്നെ ഉള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ സാലറി പറഞ്ഞിട്ടുണ്ട്. 26 ലക്ഷം രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സ്, BDS ഇവരെയൊന്നും നോക്കുന്നില്ല എന്നുള്ളത്. IT സെക്ടറിലുള്ളവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഫാദർ മുരളീധരൻ കോൾ ഇന്ത്യയിൽ നിന്ന് സീനിയർ ഓഫീസറായിട്ട് റിട്ടയർ ആയി വന്നിരിക്കുകയാണ്. അമ്മ വത്സല, ഹൗസ് വൈഫ്. സിസ്റ്റർ മാരീഡ് ആൻഡ് സെറ്റിൽഡ്. ഇവർ പാലക്കാട് പല്ലശ്ശന എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവർ അച്ഛനും അമ്മയും എൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം ഇവരായിട്ട് സംസാരിച്ച് പല കാര്യങ്ങളും അവർ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാട്രിമോണിയൽ സൈറ്റുകളുടെ ബുദ്ധിമുട്ടുകളും നമ്മളുടെ മാട്രിമോണിയൽ സൈറ്റിലത്തെ ബുദ്ധിമുട്ടുകളും എല്ലാം അവർ വളരെ നല്ല രീതിയിൽ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഓഫീസിൽ നിന്ന് പോയത്. ഞാൻ ആൺകുട്ടി കണ്ടിട്ടില്ല, അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടും ഒരു നല്ല ഫാമിലി, അതായത് നമ്മൾ നാട്ടിൽ പറയും തറവാടികളാണോ എന്ന് നോക്കണം എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നൊരു വരികളാണ്. അങ്ങനെയൊക്കെ നോക്കി നടക്കുന്ന ആളുകൾക്ക് വളരെ നല്ല ഒരു കേസാണ് സർനേഷിൻ്റേത്. തീർച്ചയായിട്ടും പെൺകുട്ടികളുടെ പാരൻസിന് വള്ളുവനാട് മാട്രിമോണിയലിനെ സമീപിക്കാൻ. പ്രത്യേകിച്ച് IT സെക്ടറിൽ ജോലി ചെയ്യുന്നവരെക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വള്ളുവനാട് മാട്രിമോണിയലുമായിട്ട് ബന്ധപ്പെടാം. ഞാൻ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസൊക്കെ തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കുകയാണ്. ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ
വളരെ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. കാരണം ഹിന്ദു സമുദായം മൊത്തത്തിൽ നല്ല ഒരു ബുദ്ധിമുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം നടക്കുന്നില്ല. സമുദായ സംഘടനകളുടെ നേതാക്കൾ അല്ലെങ്കിൽ വളരെ ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകൾ ഇതിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. ആളുകൾ ഉണ്ടെങ്കിൽ സമുദായങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആളുകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വിവാഹവും കാര്യങ്ങളൊക്കെ കൃത്യസമയങ്ങളിലൊക്കെ നടക്കണം. നമ്മുടെ സമുദായം നശിച്ചു പോകരുത്, ഏത് സമുദായമാണെങ്കിലും. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞാണ് വിവാഹം നീട്ടിപ്പോകുന്നത്. 24 വയസ്സിൽ ജോത്സ്യരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ജോത്സ്യർ പറയും 31-ലിട്ടോ നടക്കൂ, അപ്പം ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 വർഷക്കാലം ജോത്സ്യൻ പറഞ്ഞു എന്നും പറഞ്ഞ് നോക്കാതിരിക്കും. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, വിവാഹം നോക്കണം എന്നൊരു തീരുമാനമായി കഴിഞ്ഞാൽ ഒരു കുട്ടിയും വീട്ടിൽ ഇന്നേ വരെ പറയില്ല, അതായത് എനിക്ക് വിവാഹം നോക്കിക്കോളൂ എന്നാരും ഉറക്കെ വന്ന് പറയില്ല. 99% കുട്ടികളും പറയില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നിർബന്ധിക്കണം. അപ്പോൾ ഒരു 23, 24, 25 വയസ്സിലൊക്കെ നിർബന്ധിപ്പിക്കാവുന്നേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ പതുക്കെ പതുക്കെ നോക്കി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. വല്ലാതെ ലേറ്റ് ആക്കരുത്. പണിക്കന് 31 വയസ്സിലേ നടക്കുള്ളൂ, ജോത്സ്യൻ 31 വയസ്സിലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിച്ചിരിക്കണ്ട. നിങ്ങൾക്ക് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ആർക്കാണോ വിവാഹം നോക്കുന്നത് എങ്കിൽ അവരുമായിട്ട് നന്നായിട്ട് സംസാരിക്കുക. കുട്ടികളുമായിട്ട്. ആ കുട്ടികൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും. ഞാൻ IT സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് IT സെക്ടറിലെ മാത്രം നോക്കിയാൽ മതി, എനിക്ക് BTech മാത്രം നോക്കിയാൽ മതി, എനിക്ക് MTech മാത്രം നോക്കിയാൽ മതി, എനിക്ക് അല്ലെങ്കിൽ PG കോഴ്സിൽ പാസ്സായിട്ടുള്ളവർ മാത്രം നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് ബാങ്കിങ് സെക്ടർ മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ പറയുന്ന അനവധി കുട്ടികളുണ്ട്. ഈ അഭിപ്രായങ്ങൾ അച്ഛനമ്മമാർ മനസ്സിലാക്കി വെക്കണം. ഹൈറ്റ്, വെയ്റ്റ്, ജോബ്, ക്വാളിഫിക്കേഷൻ, ഫാമിലി, ഇവ കാര്യങ്ങളൊക്കെ ആ കുട്ടിയായിട്ട് സംസാരിക്കണം. അതിനുശേഷം വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ എന്നൊക്കെ പറയും, അവിടേക്ക് ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അനാവശ്യമായി പൈസ അവിടെ ഇവിടെയും കൊണ്ട് ചെലവഴിക്കരുത്. കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി ധാരാളം പൈസ ചെലവാക്കുന്ന കാഴ്ചകൾ ഞാൻ കണ്ടുകൊണ്ടുവരുന്നുണ്ട്. ഒരിക്കലും അത് പാടില്ല, ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ 1 രൂപ ചെലവാക്കിയാലും 1 കോടി ചെലവാക്കിയാലും എഫക്റ്റൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസമില്ലാത്തവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നല്ല ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക. എന്താണ് ഈ പ്രൊഫൈൽ നന്നായിട്ട് ഉണ്ടാക്കാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കുട്ടികളും, പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി, ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ജാതകത്തിൻ്റെ വലിയ വലിയ കാര്യങ്ങളൊക്കെ എഴുതും. അത് കുട്ടികളല്ല, അത് അച്ഛനമ്മമാരാണ് എഴുതുക. ഈ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരുണ്ടാവില്ല, ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും MTech, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് MTech പാസ്സായി ഉണ്ടാവും. ചിലപ്പോൾ അത് IIT എന്നാവും പാസ്സായി ഉണ്ടാവുക, IIT ചെന്നൈ, IIT ഡൽഹി, ഇവിടെ നിന്നൊക്കെ ആയിരിക്കും പാസ്സായി ഉണ്ടാവുക. പക്ഷേ ഇവർ MTech എന്ന് മാത്രം കാട്ടും. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ നിന്നാണോ പാസ്സായതെന്ന് ഒരിക്കലും കാട്ടില്ല. അപ്പോൾ അതിൻ്റെ വില നഷ്ടപ്പെടുക. അപ്പോൾ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എഴുതണം. രണ്ടാമത്തെ കാര്യം, നല്ലൊരു ശതമാനം ആൾക്കാരും നല്ല സാലറി ഉള്ളവർ കാട്ടാറില്ല. കാരണം ഇനി അത് കണ്ടിട്ട് ആരും വരണ്ട എന്നെന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകളായിട്ടാണ് ഇവരിയ്ക്കുന്നത്. അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണകളുടെ ആവശ്യവുമില്ല. കാര്യം ഇന്നിപ്പോൾ ഒരു ആൺകുട്ടിക്കൊരു 70 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. ആ 70 ലക്ഷം രൂപ കാട്ടുന്നില്ല എന്ന് വെക്കൂ. ഒരു പെൺകുട്ടിക്ക് 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 60 ലക്ഷം രൂപ പെൺകുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടി സ്വാഭാവികമായിട്ടും അതിലും കൂടുതൽ
സാലറി ഉള്ളവരെയായിരിക്കും കഴിയാവുന്നത്ര നോക്കുക. ഇല്ലെങ്കിൽ ഭാവിയിൽ അത് ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവാനുള്ള ധാരാളം ചാൻസുകളൊക്കെ ഉണ്ട്. പലരും എന്നോട് പറയാറുണ്ട്, ഈ സാമ്പത്തിക ഇത് അല്ലെങ്കിൽ സാലറി ഒന്നും നോക്കിയിട്ടല്ലല്ലോ കല്യാണം കഴിക്കുന്നത്. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ധാരണകളാണെന്ന് മനസ്സിലാക്കണം. സാലറി, ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം, നോക്കുക തന്നെ വേണം. ക്വാളിഫിക്കേഷൻ നോക്കണം, സാലറി നോക്കണം. ഞാൻ പറയുന്നത് വലിയ സാലറി വേണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് ഓക്കെ ആകുന്ന ഒരു സാലറി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ എന്തെങ്കിലും പറയുന്ന സമയത്ത്, ഒരു പെൺകുട്ടിക്ക് 50 ലക്ഷം ഉണ്ട്, ആൺകുട്ടിക്ക് 25 ലക്ഷം രൂപയെ ശമ്പളം ഉള്ളൂ എങ്കിൽ നാളെ എന്ത് സംസാരിക്കുന്ന സമയത്തും ആൺകുട്ടിയുടെ വീട്ടുകാർ ഇവൾക്ക് ശമ്പളം കൂടിയതിൻ്റെ കുഴപ്പമാണ് അവൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും. എന്തിനും ഏതിനും അവർ ഈ വക ഒരു വർത്തമാനം ഉണ്ടാകാനുള്ള ധാരാളം ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അവസാനം വർത്തമാനം പറഞ്ഞ് അത് ഡിവോഴ്സിലേക്ക് എത്തിക്കും. അപ്പോൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം, വിവാഹം കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യ ജീവിതം, നിങ്ങളുടെ റിട്ടയർഡ് ലൈഫ് എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അടുത്തത് ജാതകം. ഹോറോസ്കോപ്പിനെ പറ്റി കഴിയാവുന്നത്ര കുറച്ച് പഠിക്കാൻ ശ്രമിക്കുക രക്ഷിതാക്കൾ. നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാം, നന്നായിട്ട് പഠിക്കുക. വെറുതെ എന്തെങ്കിലും പഠിച്ചു വെച്ച് അഭിപ്രായങ്ങൾ പറയാനുള്ള ഏർപ്പാടുണ്ടാവരുത്. ഇല്ലെങ്കിൽ പഠിക്കാതിരിക്കുക. ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മക്കളുടെ ജാതകത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അത് നല്ല നല്ല കേസുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ധാരാളമുണ്ട്. ഏതെങ്കിലും പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോത്സ്യനെ കൊണ്ട് നോക്കിപ്പിക്കുക. ജോത്സ്യൻ 1, 2, 3, 4, 5 പേരെടുത്ത് പോയാലും വിരോധമില്ല ഇന്നത്തെ കാലമായതുകൊണ്ട്. ഏതെങ്കിലും ഒരു ജോത്സ്യം നിങ്ങളോട് ഓക്കെ പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ അവിടെ ഒരു പ്രശ്നം നമുക്കുണ്ടാവുക, അയ്യോ അയാൾ ഇങ്ങനെയുള്ള പറഞ്ഞു, ഇയാൾ ഇങ്ങനെയുള്ള പറഞ്ഞു, ആരെന്ത് പറഞ്ഞു എന്നൊന്നും വിഷയമാക്കണ്ട. ഒരാൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോകുക, അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് എഴുതി വാങ്ങിക്കുക. അടുത്തത് ജാതകം ഓക്കെയായി, പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് ആൺകുട്ടികളുടെ വീട്ടുകാർക്ക് ഒക്കെ ഓക്കെയാണ്, എവറിത്തിങ് ഈസ് ഓക്കെ. കുട്ടികളുടെ വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ഒരു 15 ദിവസമെങ്കിലും അവർ വാട്സാപ്പ് ചാറ്റിൽ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. നല്ല ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം പുറത്ത് വെച്ച് കാണണം. തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം, വീട്ടിൽ വെച്ചല്ല. പെണ്ണ് കാണൽ ചടങ്ങൊക്കെ പിന്നെ മതി, അതിന് മുന്നേ ഇവർ പുറത്ത് വെച്ച് കാണട്ടെ. ഇവർ നന്നായിട്ട് ഒന്നുകൂടെ സംസാരിക്കട്ടെ. ഫിസിക്കലി സംസാരിക്കേണ്ട കാര്യങ്ങൾ പ്രസൻ്റ്ലി അല്ലെങ്കിൽ ആസ് ഓഫ് നൗ വല്ല ലവ് അഫെയർ വല്ലതും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിക്കണം. അതുണ്ടെങ്കിൽ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുക. പുറത്ത് വെച്ച് കാണുമ്പോൾ ഉള്ള ഗുണം ഇതൊക്കെയാണ്, ഇതൊക്കെ അവർ കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റും. മറ്റേത് അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ കാണുന്നത് എന്നുള്ളൊരു ഇതുണ്ടാകും. പുറത്ത് വെച്ചാകുമ്പോൾ അവർക്ക് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടില്ല. അവർ കൃത്യമായിട്ട് പറയും, നോക്കൂ എനിക്ക് ആൾറെഡി ഒരു അഫയർ ഉണ്ട്, നീ ഇത് നോക്കണ്ട, ഇത് വെച്ച് മുന്നോട്ട് പോകണ്ട എന്ന് കൃത്യമായിട്ട് പറയുന്ന കുട്ടികളെ ധാരാളം എനിക്കറിയാം. അത് ഇനിയിപ്പോൾ ലവ് അഫെയർ ഒന്നുമില്ല, മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത് എങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് സംസാരിക്കണം, എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കണം, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്നുള്ളത് സംസാരിക്കണം. അമിതമായ ബാങ്കിങ് ലോൺസ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. EMI 1 ലക്ഷം രൂപ ശമ്പളമുണ്ട്, 80,000 റുപ്പീസ് EMI ആണെങ്കിൽ ബാക്കി 20,000 ആണ് ടേക്ക് ഹോം സാലറി. ഈ 20,000 വെച്ച് ചിലപ്പോൾ ഒരു ഫാമിലിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ഈ 80,000 എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിരിക്കും ലോൺ എടുത്തിട്ടുണ്ടാവുക. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ കാറായിരിക്കാം, ചിലപ്പോൾ ബൈക്കായിരിക്കാം, ചിലപ്പോൾ വല്ല ഫ്ലാറ്റ് വാങ്ങിക്കാനായിരിക്കാം. നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ
അത് വെച്ച് മുന്നോട്ട് പോകാം. ഇതിനൊന്നും ഒരു നെഗറ്റീവായിട്ട് കാണേണ്ടതില്ല. മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടെ, അത് അറിഞ്ഞിരിക്കണം, നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം നോക്കുന്ന കുട്ടികളുടെ ദാമ്പത്യ ജീവിതം നന്നായി മുന്നോട്ട് പോകും. അച്ഛനമ്മമാരുടെ റിട്ടയർഡ് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അല്ലാത്തത് കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ പ്രശ്നങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ വക കാര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലിൻ്റെ ഓഫീസിൽ വരിക, എന്നോട് ഡിസ്കസ് ചെയ്യുക. എൻ്റെ പരിചയം വെച്ചിട്ടുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.